അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസല റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൺലൈൻ പഠന കോഴ്സിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ സംബന്ധിച്ചാണ്. അടുത്തതായി നമുക്ക് മുമ്പിലുള്ളത് ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹ് ബിൻ ഹാരിസ് എന്നവരായിരുന്നു. അദ്ദേഹം ബദറിൽ വെച്ച് ഷഹീദാവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നടന്ന ഒരു യുദ്ധത്തിൽ ഷഹീദായ ഒരു യോദ്ധാവിന്റെ വിധവയെ സംരക്ഷണത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ വഫാത്തായി എന്ന് മാത്രമല്ല, 3 മാസം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ജീവിക്കാൻ, ഉമ്മുൽ മുഅ്മിനീനായി ജീവിക്കാൻ സാധിച്ചത് എന്നതാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നാണ്. ബഹുമാനപ്പെട്ടവർ അവരെ ആദ്യമായി വിവാഹം ചെയ്യുന്നത് അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ സഅദ് എന്ന് പറയുന്ന സഹാബിയാണ് ആദ്യമായി അവരെ വിവാഹം ചെയ്യുന്നത്. അതിനുശേഷം ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഹിജ്റയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നടന്ന അബസീനിയയിലേക്കുള്ള ഹിജ്റ യാത്ര. ആ യാത്രയിൽ അവർ പങ്കാളികളാവുകയും അവിടെ വെച്ചാണ് സലമ എന്ന് പറയുന്ന കുട്ടി ഇവർക്ക് ജനിക്കുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മഹദിക്ക് ഉമ്മു സലമ എന്നും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ സഅദ് എന്നവർക്ക് അബൂ സലമ എന്നുള്ള പേരും ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ സഅദ് എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന ഉഹുദ് യുദ്ധത്തിലും അദ്ദേഹം ഭാഗവാക്കായിട്ടുണ്ട്. അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മുറിവേൽക്കുകയും ആ മുറിവ് കാരണമായി അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും അങ്ങനെ അതിൽ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇവരെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവായിട്ടുള്ള അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ആരൊക്കെയോ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരാളെ വിവാഹം ചെയ്യുകയും എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയും വിവാഹം ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകത്ത് നാം ആരെയാണോ വിവാഹം ചെയ്തത് അദ്ദേഹത്തെ തന്നെ നമുക്ക് ലഭിക്കും എന്ന് ആരൊക്കെയോ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്നിട്ട് ഉമ്മു സലമ അതിനുശേഷം ഒരു നിബന്ധന വെക്കുന്നുണ്ട്, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ അബൂ സലമ നിങ്ങൾ മറ്റാരെയും വിവാഹം ചെയ്യാൻ പാടില്ല, ഇനി നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ ഞാനും മറ്റാരെയും വിവാഹം ചെയ്യില്ല എന്നുള്ള ഒരു നിബന്ധന അവർ വെക്കുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു അവരെ തിരുത്തുകയും ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിനക്ക് എന്നെക്കാൾ യോജിച്ച ഒരു ഭർത്താവിനെ നൽകി അല്ലാഹു തആല നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആ സമയത്തൊക്കെ ബഹുമാനപ്പെട്ട മഹദി ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് ലഭിക്കുകയോ എന്ന കാര്യം അവർ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹാലോചന നടത്തി. അതിനുശേഷം വിവാഹം ചെയ്തതിന് ശേഷമാണ് അബൂ സലമയേക്കാൾ മികച്ച ഒരു ഭർത്താവിനെ ലഭിക്കട്ടെ എന്ന് മുമ്പ് അദ്ദേഹം ദുആ ചെയ്തതിൻ്റെ പൊരുൾ ബഹുമാനപ്പെട്ട മഹദിക്ക് മനസ്സിലായത് എന്നതാണ് വാസ്തവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം വഫാത്തായത് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അടുത്തത് ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് എന്നവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയായിട്ടുള്ള ഉമൈമ റളിയല്ലാഹു അൻഹയുടെ മകളാണ് ബഹുമാനപ്പെട്ടവർ. വളരെയധികം സങ്കീർണമായ ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് എന്ന നബിപത്നിയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി സമ്മാനിച്ച അടിമയായിരുന്നു സെയ്ദ് എന്നവർ. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സഹാബി ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലായിരിക്കെ ഹാരിസ എന്നവർ നബിയുടെ അടുത്ത് വരികയും സെയ്ദിനെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയും ചെയ്തെങ്കിൽ പോലും സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ ജീവിച്ചു പോകാനാണ് താല്പര്യപ്പെട്ടത്. അങ്ങനെ സെയ്ദ് വളർന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ സെയ്ദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയായിട്ടുള്ള ഒരു വിവാഹാലോചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. എന്നാൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ്ക്ക് അതിനോട് എതിർപ്പുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ജഹ്ഷ് എന്നവർക്കും ഈ വിവാഹത്തോട് എതിർപ്പുണ്ടായിരുന്നു. കാരണം സെയ്ദ് ഒരടിമയായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഖുർആൻ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഖുർആൻ ഇങ്ങനെയാണ് സൂറത്തിന്റെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുകയില്ല. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയാണെങ്കിൽ അത് വലിയ അപരാധമാണ് എന്ന അർത്ഥത്തിലുള്ള ആയത്തിൽ വന്നതോടുകൂടി ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരു വർഷം അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോവുകയും അതിനുശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറയാൻ തുടങ്ങി. എനിക്ക് സൈനബിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. വളരെയധികം കുത്തുവാക്കുകൾ അവർ എൻ്റെ നേരെ പ്രയോഗിക്കുന്നു. ഞാൻ ഒരു അടിമയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഇടയ്ക്കിടെ പറയുന്നു. അതുകൊണ്ട് സൈനബിനോട് കൂടെയുള്ള ഒരു ജീവിതം സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമൊക്കെ ഉപദേശിച്ചു വിടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് നബി മനസ്സിലാക്കിയപ്പോഴാണ് അവർ തമ്മിലുള്ള വിവാഹ മോചനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം മൂളുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇദ്ദക്ക് ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹാലോചന നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിൽ മഹറായി നൽകിയത് 10 ദീനാറും 60 ദിർഹമും അതുപോലെ തന്നെ 4 വസ്ത്രങ്ങളും 50 മുദ് ധാന്യവും 30 സാ കാരക്കയുമാണ് അവർ തമ്മിലുള്ള വിവാഹത്തിന് മഹറായിട്ട് നൽകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തത് തുല്യരല്ലാത്ത രണ്ടാളുകൾക്കിടയിലുള്ള വിവാഹബന്ധം സാധ്യമാണ് എന്ന അർത്ഥത്തിൽ എന്നത് നമുക്ക് കാണിച്ചു തരികയാണ് ഈ വിവാഹത്തിലൂടെ ചെയ്തത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുഫ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അടിമയായിട്ടുള്ള ഒരാൾ സ്വതന്ത്രയായിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള അർത്ഥം അത് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. എന്നാൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൈ എടുത്തത് കൊണ്ട് തന്നെ നബി തന്നെയാണ് പിന്നീട് അവരെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരു വിവാഹമോചനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടത് നബിയാണ് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പിന്നീട് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇടയ്ക്കൊക്കെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരോട് പറയാറുണ്ടായിരുന്നു, എൻ്റെ വിവാഹം ചെയ്തു തന്നത് അത് അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ വിവാഹം നടന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മഹദി അഭിമാനം കൊള്ളുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് മറ്റുള്ള ഭാര്യമാരോടായി പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി
എന്നോട് അടുക്കുന്നത് നിങ്ങളിൽ കൈ നീളമുള്ളയാണ്. ഇത് കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഭാര്യമാർ, നബി പത്നിമാർ എല്ലാം കൂടി അവരുടെ കൈയൊക്കെ അളന്നു നോക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ നീളമുള്ള കൈ ബഹുമാനപ്പെട്ട സൗദ ബീവിയുടേതായിരുന്നു. അവർ വിചാരിച്ചു സൗദ ബീവി ആയിരിക്കും ആദ്യമായി വഫാത്താവുക എന്ന്. ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ധർമ്മിഷ്ഠിയായിട്ടുള്ള ആളാണ് കൈനീളം നീളം കൂടുതൽ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായത്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ജുവൈരിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട മഹദിയാണ് ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹ. സാബിത്ത് ബിൻ ഖൈസ് എന്ന സഹാബിക്കാണ് അവരെ അടിമയായി ലഭിച്ചത്. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി സാബിത്തുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് 9 ഊക്കിയ സ്വർണത്തിന് എനിക്ക് ഒരു അടിമയായി നിൽക്കാൻ താല്പര്യമില്ല, 9 ഊക്കിയ സ്വർണം ഞാൻ എന്ന് തരുന്നുവോ അന്ന് തന്നെ സ്വതന്ത്രയാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇവരെ സ്വീകരിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് കാര്യം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 9 ഊക്കിയ സ്വർണം ഞാൻ കൊടുക്കാം എന്നുള്ള അർത്ഥത്തിൽ ഏറ്റെടുക്കുകയും അങ്ങനെ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് തീരുകയുമാണ് ഉണ്ടായത്. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മഹദിയുടെ പിതാവ് വരുന്ന ഒരു രംഗമുണ്ട്. മഹദിയുടെ പിതാവിന് ഒരുപാട് ഒട്ടകങ്ങളുണ്ടായിരുന്നു. അതിൽ 2 ഒട്ടകം അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. ഒരു മലയുടെ പിറകിൽ ആ ഒട്ടകത്തെ ഒളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മറ്റുള്ള ഒട്ടകങ്ങളായി വരുന്നത്. നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഈ ഒട്ടകങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരിക. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന മലയുടെ പിറകിൽ ഒളിപ്പിച്ച ആ ഒട്ടകങ്ങൾ എവിടെയെന്ന് നബി അവരോട് ചോദിക്കുന്നുണ്ട്. താനല്ലാതെ മറ്റാരും അറിയാതിരുന്ന ആ സത്യം നബി എങ്ങനെ അറിഞ്ഞു എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം മുസ്ലിം ആവുകയുമാണ് ഉണ്ടായത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. മഹദിക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തായിരുന്ന എന്ന് മാത്രമല്ല ശത്രുപക്ഷത്തിലെ തലവനായിരുന്ന അബൂ സുഫിയാൻ, പിന്നീട് അദ്ദേഹം മുസ്ലിം ആവുന്നുണ്ട്. അബൂ സുഫിയാന്റെ പുത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് എന്നവരാണ്. ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് തന്നെ ഇവർ മുസ്ലിം ആയിട്ടുണ്ട്. അതിനുശേഷം അബ്സീനിയയിലേക്ക് ഹിജ്റയും പോയിട്ടുണ്ട്. എന്നാൽ അബ്സീനിയയിൽ എത്തിയ സമയത്ത് ഇവരുടെ ഭർത്താവായിട്ടുള്ള ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് എന്നവർ ക്രിസ്ത്യാനി ആവുകയാണ്. എന്ന് മാത്രമല്ല മഹദിയോട് ക്രിസ്തു മതത്തിലേക്ക് ചേരണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അത്തരമൊരു ആദർശത്തിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. നജ്ജാഷി രാജാവ് തൻ്റെ അടിമ സ്ത്രീയായിട്ടുള്ള അബ്രഹ എന്നവരെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരിക്കൽ അയക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ താല്പര്യമാണ് എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മഹദിയുടെ അടുത്തേക്ക് അബ്രഹയെ അയക്കുന്നത്. ഇത് കേട്ടപാടെ മഹദിക്ക് സന്തോഷമാവുകയും അബ്രഹയ്ക്ക് വളരെയധികം പാരിതോഷികങ്ങൾ മഹദി കൊടുത്തയക്കുകയും ചെയ്തു. അങ്ങനെ ഇവർക്കിടയിൽ ഒരു കൈകാര്യ കർത്താവായി ഒരാളെ നിയമിക്കുകയാണ്. സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഇവർക്കിടയിൽ കൈകാര്യ കർത്താവാക്കുകയും അങ്ങനെ വിവാഹം നടക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മഹദി വഫാത്താകുന്നത് ഹിജ്റ 44-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വിവാഹം ചെയ്യുന്നത് സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഹുയയ്യ് ബിൻ അഖ്തബ് ആണ് ബഹുമാനപ്പെട്ട മഹദിയുടെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് 2 പേർ സഫിയ ബീവിയെ വിവാഹം ചെയ്തിട്ടുണ്ട്. നബിയുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ നബി പത്നിയാകാനുള്ള സാധ്യതകൾ ജനിപ്പിക്കുന്ന വിധത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബഹുമാനപ്പെട്ട മഹദി കണ്ടിട്ടുണ്ട്. ഒരിക്കൽ
തൻ്റെ മടിയിലേക്ക് ചന്ദ്രൻ വീഴുന്നതായിട്ട് മഹദി സ്വപ്നം കാണുകയുണ്ടായി. ഇത് തൻ്റെ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് പ്രഹരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കും എന്നൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മാതാവ് പ്രഹരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരിക്കൽ നെഞ്ചിലേക്ക് സൂര്യൻ വീഴുന്നതായിട്ട് മഹദി സ്വപ്നം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ ഉപരോധം നടത്തുന്നത് ഹിജ്റ 7-ാം വർഷത്തിലാണ്. 4-ാം വർഷത്തിൽ ബനൂ നദീർ ഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ കൂടി അവർ ഖൈബറിൽ താമസിക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 7-ാം വർഷം ഖൈബർ കീഴടക്കുകയാണ്. അപ്പോൾ ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുന്നതോടുകൂടി ഓരോ കോട്ടകളൊന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും കീഴടക്കുന്നുണ്ട്. എന്നാൽ അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കീഴടക്കിയത് ബത്തീഹ് എന്ന് പറയുന്ന കോട്ടയാണ്. ആ കോട്ട മർഹബ് എന്ന് പറയുന്ന ഒരു മല്ലനെ വധിച്ചതിന് ശേഷമാണ് ആ കോട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കീഴടക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മഹദി അടക്കമുള്ള സൊഫിയ ബീവി അടക്കമുള്ള ഒരുപാട് ആളുകളെ ആ യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വഹിയ എന്ന് പറയുന്ന സഹാബിക്ക് ബഹുമാനപ്പെട്ട സൊഫിയ ബീവിയെ അടിമയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു സഹാബി വന്നിട്ട് പറഞ്ഞു, സൊഫിയ ബനു നദീർ ഗോത്രത്തിൻ്റെ അതിൻ്റെ നേതാവാണ്. സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും ചേരുന്നത് നിങ്ങളോടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വീകരിക്കണം എന്ന് ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വീകരിക്കുകയും വഹിയ എന്ന് പറയുന്ന സഹാബിക്ക് തദനുസൃതമായി ഒരുപാട് ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളെ സമ്മാനിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് നബി അവരെ സ്വീകരിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു. ഇവിടെ സൊഫിയ ബീവിയുടെ പേര് ആ തരത്തിലാവാൻ കാരണം തെരഞ്ഞെടുത്തത്, അതായത് നബി അവരെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് എന്നർത്ഥമുള്ള സൊഫിയ എന്ന് പറയുന്ന പേര് ബഹുമാനപ്പെട്ട മഹദിക്ക് ലഭിക്കുന്നത്. ഹിജ്റ 50-ലാണ് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി വിവാഹം ചെയ്യുന്നത് മൈമൂന ബീവിയാണ്. അവരുടെ യഥാർത്ഥ നാമം ബർറ എന്നായിരുന്നു. മൈമൂന ബീവിയുടെ യഥാർത്ഥ നാമം ബർറ എന്നാണ്. അവരുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ വിവാഹം ചെയ്യാൻ അപേക്ഷിക്കാനുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയെ വിവാഹം ചെയ്യുന്നുണ്ട്. ആയിഷ ബീവി മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളതും കുടുംബ ബന്ധം ചേർക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്ന മഹദി ബഹുമാനപ്പെട്ട മൈമൂന ബീവി ആയിരുന്നു റളിയല്ലാഹു അൻഹ എന്ന് നബിയുടെ പത്നിയായിട്ടുള്ള ആയിഷ ബീവി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ സംബന്ധിച്ചിട്ടുള്ള വിവരണമാണ് അവസാനിച്ചത്. ഇവരിൽ ഓരോരുത്തരെ പറ്റിയും ഒരുപാട് നേരം പറയാനുണ്ടെങ്കിൽ കൂടി നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ചുരുക്കി മാത്രം നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. എങ്കിലും ഒരുപാട് അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ അഖിലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായകമാകും വിധത്തിൽ ഉന്നതമായ മാതൃകകളാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ. അവരുടെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നബി പത്നിമാരുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ യുക്തിവാദികളടക്കം ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അതിന് നമ്മൾ മറുപടി നൽകേണ്ടതുമാണ്. അത്തരത്തിലുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടി അടക്കം നബിയുടെ ഭാര്യമാരോടൊത്തുള്ള ജീവിതം, അവർ എങ്ങനെ നബിയെ നോക്കിക്കണ്ടു, നബിയെ എങ്ങനെ പരിചരിച്ചു, നബിയെ ഏതർത്ഥത്തിൽ അവർ ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഒക്കെ ഒരു സംക്ഷിപ്തം എന്ന നിലക്ക് നാളെ ആ വിഷയത്തിലുള്ള ഒരു സംസാരം കൂടി ഉണ്ടാകും. അല്ലാഹു തആല എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.